ഹലോ എവരി വൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. ഞാൻ ഇന്നൊരു കുഞ്ഞനലയെ പരിചയപ്പെടുത്താം കേട്ടോ. പലർക്കും അറിയായിരിക്കും, ഇതിന് ഒരുപാട് ഗുണങ്ങളുള്ള പുളിയാറിലയാണിത്. അതും പല നമ്മുടെയൊക്കെ മുറ്റത്തൊക്കെ തന്നെ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ്. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. വയറിളക്കം, പിന്നെ അർശസ് ഉള്ളവർക്ക്, ത്വക്ക് രോഗങ്ങൾക്ക്, നേത്ര രോഗങ്ങൾക്ക്, കുടലിനെ സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും, പിന്നെ വിശപ്പില്ലായ്മയ്ക്കും ഒക്കെ ഈ പുളിയാറില ഉപയോഗിക്കാം. അതിനകത്ത് ഒത്തിരി വൈറ്റമിൻസ് ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ ബി ഉണ്ട്, പൊട്ടാസ്യം ഓക്സലേറ്റ്സ് ഉണ്ട്, പിന്നെ അയൺ ഉണ്ട്, കാൽസ്യം ഉണ്ട്. ഇങ്ങനെ ഈ ചെറിയ ഇലയാണെങ്കിലും അതിൽ ഉള്ള ഗുണങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഉണ്ട്. ഇത് നമുക്ക് ജ്യൂസായിട്ട് വേണമെങ്കിൽ കുടിക്കാം. പ്രത്യേകിച്ച് സ്വാദിന് വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ പുളിയൊക്കെ ആയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ ചവച്ചരച്ച് കഴിക്കാം, പിന്നെ ചട്നി ആയിട്ട് ഉണ്ടാക്കാം, പിന്നെ മോര് കാച്ചി ഉപയോഗിക്കാം. ഇപ്പം അമ്മയുടെ ഇല പറിച്ചെടുക്കുന്നുണ്ട്. നമുക്കിത് വെച്ചിട്ട് അമ്മയെ കൊണ്ടൊരു കറി ഉണ്ടായേക്കാം. ഓക്കെ. ിലെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കരിവേപ്പിലയും മുളകും കൂടി നമുക്ക് അരച്ചെടുക്കാം. ഇത് അരച്ചതിന് ശേഷം അരച്ച് കലക്കി മോരിൻ്റെ അകത്ത് ഇട്ട് കടുക് വറുത്താൽ നമുക്ക് അതിൻ്റെ ഗുണം മുഴുവനും കിട്ടും. അല്ലാതെ നമ്മൾ ഇത് കൂട്ടാനാക്കി കഴിഞ്ഞാൽ ഇതിനെയൊക്കെ നമ്മൾ എടുത്ത് കളയും. അത് കാരണം കൊണ്ട് അതിൻ്റെ ഗുണം കിട്ടിയാല. ഇത് വയറിനും ദഹനക്കുറവിനുമൊക്കെ ഉത്തമമായ ഒരു കൂട്ടാനാണ്. നമ്മളതെല്ലാം കൂടെ കൊണ്ടുപോയി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇത് കടുക് വറുത്തെടുക്കണം. ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകിടാം. അല്പം ഉലുവയും വേണം. പച്ചമുളകും കരിവേപ്പിലയും ഇട്ടു. അല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ശകലം വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഈ മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടാവും. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മോരും കൂടെ ഇതിലൊഴിക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വാദിനനുസരിച്ച് ചേർക്കുക. നമ്മളത് അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടി 2 ഇല മുകളിലും കൂടി ഇട്ട് പയ്യെ തിളയ്ക്കാൻ തണക്കുമ്പം സ്റ്റവ് ഓഫാക്കാം. ഇത് വളരെ ഈസിയാണ്. വയറിന് ഏറ്റവും പറ്റിയ, വയറിൻ്റെ അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും പറ്റിയ ഒരു റെസിപ്പിയാണ്. വീട്ടിലില്ലെങ്കിൽ അതെന്താ പറമ്പിൽ എവിടെയെങ്കിലുമൊക്കെ കാണും. അത് പറിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കറിയാക്കി എടുത്താൽ വയറിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കുഞ്ഞനില വെച്ചിട്ട് അമ്മ ഇവിടെ നല്ല അടിപൊളി ഒരു മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട്. ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ. അതിന് ചെറിയൊരു പുളി ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പം അമ്മ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ പറമ്പിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, പറമ്പിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതിനൊരു 6 വരുത്തം പോലത്തെ ഒരു ചെറിയ വരുത്തം പോലെ അതിൻ്റെ അറ്റത്തുണ്ട്. ഒരു 6 ഇതുണ്ടാവും. 6 അപ്പൊ അതുണ്ടാവും. അങ്ങനെ അത് ഞാൻ ഇപ്പം ഇത് കാണിച്ചിട്ടില്ലേ, ഒന്ന് അടിച്ച് എവിടെയെങ്കിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താലും കാണാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും പറമ്പിൽ ഉണ്ടാവാതിരിക്കില്ല. എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ കൊണ്ട് ഒരു ചാക്കിലോ എവിടെയെങ്കിലും നട്ടുപിടിപ്പിക്കുക. സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുമെങ്കിൽ മോരുകറിയൊക്കെ ഉണ്ടാക്കുന്ന കൂടെ ഇതുപോലെ ചെയ്ത് കഴിക്കുക. അല്ലെങ്കിൽ ചവച്ചരച്ച് വേണമെങ്കിലും കഴിക്കാം, ജ്യൂസാക്കി കുടിക്കാം, ചട്നി ഉണ്ടാക്കുന്ന കൂടെ അരയ്ക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വയറിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുമല്ലോ. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്